നമ്മളിന്ന് കാണാൻ പോകുന്നത് 2026 പുറത്തിറങ്ങിയ മൈ റൊമാൻസ് സ്കാമർ എന്ന് പറഞ്ഞ സീരീസ് ആണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കരുത്. ഇപ്പോൾ സീരീസിന്റെ തുടക്കത്തിൽ നമ്മളെ കാണിക്കുന്നത് ഒരു ബില്യനർ ഫാമിലിയിൽ ഒരു ബർത്ത്ഡേ പാർട്ടി നടക്കാണ്. നമ്മൾ ഫസ്റ്റ് ഹീറോനെ കാണിക്കുന്നുണ്ട്. അവന്റെ പേര് പായി എന്നാണ്. അവൻ നോക്കുമ്പോൾ അവന്റെ ബ്രദർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവരുടെ ഒരു ഡ്രസ് കോഡും കാര്യങ്ങളൊന്നുമല്ല ബ്രദർ ധരിച്ചിരിക്കുന്നത്. ബ്രദർ ആണെങ്കിൽ പായിനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് എസ്കേപ്പ് ആവാൻ നോക്കുന്നുണ്ട്. ഓർത്തെ നീ എന്താണ് നമ്മുടെ ഡ്രസ് കോഡ് ഒന്നും ഇടാത്തേന്ന് ചോദിക്കുന്നുണ്ട്. അത് മാത്രമല്ല എവിടെ പോവാന്ന് നോക്കുമ്പോഴേക്കും ഒന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, അവൻ പോവാൻ നോക്കിയതല്ല എന്നാണ് അവൻ പറയുന്നത്. നമ്മുടെ പായി ആണെങ്കിൽ അവന്റെ ജാക്കറ്റ് ഊരിയിട്ട് നോർത്തിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരുടെ ഫാമിലിയിൽ തന്നെ അന്നൊരു പ്രപ്പോസൽ നടക്കാണ്. രണ്ടുപേരും തമ്മിൽ ഡേറ്റിങ്ങിനായിരുന്നു. അങ്ങനെ അവസാനം അവരുടെ ഫാമിലി മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ച് തന്നെ അവരെ കൺഫസ് ചെയ്യാണ്. ഗ്രാൻഡ് ബേക്ക് ആണെങ്കിൽ ഒത്തിരി ഹാപ്പിയിലാണ്. ഇത് കാണുന്ന നോർത്ത് പറയുന്നുണ്ട് എന്ത് പ്യൂർ ആയിട്ടുള്ള ലവ് ആണല്ലേ എന്ന്. ഇത് ഗ്രാൻഡ് ബക്ക് നേരത്തെ അറിയായിരുന്നു. ഇവരിതൊക്കെ ഒരു ബിസിനസ് എന്ന രീതിയിലാണ് കൊണ്ടുപോകുന്നതെന്നുള്ള രീതിയിൽ നമ്മുടെ പായും പറയുന്നുണ്ട്. അങ്ങനെ പാർട്ടിക്ക് ശേഷം എല്ലാവരും ഭക്ഷണം കഴിക്കാനിരിക്കുന്നുണ്ട്. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇന്ന് വന്ന എല്ലാവരോടും നന്ദി പറയുന്നുണ്ട്. പിന്നെ ആ പുതിയ കപ്പിൾസിനോട് നിങ്ങൾ പെട്ടെന്ന് കല്യാണം കഴിച്ചിട്ട് ഒരു കുഞ്ഞൊക്കെ ആയിട്ട് വരാനാണ് പറയുന്നത്. അങ്ങനെ വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു ഫാമിലിയാണത്. പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് പേ ആണെങ്കിൽ പായിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ എന്തായെന്ന്. പായി പറയുന്നുണ്ട് മോള് നല്ല രീതിക്ക് തന്നെ മുമ്പോട്ട് പോകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഗ്രാൻഡ് പേ ചോദിക്കുന്നത് നീ ഡേറ്റിംഗ് ഒന്നും ചെയ്യുന്നില്ലേ, എന്റെ അടുത്ത് ആരും കൊണ്ടുവരുന്നില്ലേ എന്നാണ്. നിനക്കറിയാലോ എനിക്ക് ജെൻഡർ ഒന്നും പ്രശ്നമില്ല, നിനക്ക് ആരെയാണ് ഇഷ്ടമാവുന്നത് അവരെയൊക്കെ കൊണ്ടുവന്നോളാനും പറയുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ഒരു ആന്റി ആണെങ്കിൽ നമ്മുടെ പായിനെ ഭയങ്കരമായിട്ട് കുറ്റപ്പെടുത്തിയാണ് സംസാരിക്കുന്നത്. എനിക്ക് നേരത്തെ ഒരു ജെ എന്ന ആളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നല്ലോ, ഞാൻ കുറെ മാഗസിനിലൊക്കെ വായിച്ചു, അതെന്ത് പറ്റിയെന്നൊക്കെ ചോദിച്ച് കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ അത് ഞങ്ങൾ ബ്രേക്കപ്പ് ആയി എന്നാണ് പറയുന്നത്. അതൊന്നും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ ഇരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നോർത്ത് മുത്തശ്ശനോടായിട്ട് പറയുന്നുണ്ട് ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കട്ടെ എന്ന്. നീ കൊച്ചാണ്, നിനക്ക് ഇനി ഒരു 5 വർഷമുണ്ട്, നീ ചേട്ടൻ്റെ ഒപ്പം എല്ലാം പഠിച്ച് ആ മോളിൽ തന്നെ ബിസിനസ് ചെയ്യാൻ പറയുമ്പോഴേക്കും അത് വേണ്ട, ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് ഒരു ബിസിനസ് തുടങ്ങാൻ പോവാന്ന് പറയുന്നുണ്ട്. എന്താന്ന് നോക്കുമ്പോഴേക്കും ബേക്കറിയാന്നാണ് പറയുന്നത്. മുത്തശ്ശന് ഇവന്റെ കാര്യത്തിൽ ഒട്ടും പ്രതീക്ഷയില്ലാത്ത പോലെയാണ് സംസാരിക്കുന്നത്. പക്ഷെ അവന് എല്ലാ പിന്തുണയും കൊടുക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പയ്യാണെങ്കിൽ അവിടുന്ന് അവന്റെ ജോബിന്റെ സ്ഥലത്തേക്ക് പോവുകയാണ്. മോളിൽ ചെന്ന് ഇറങ്ങുന്നുണ്ട്. അവൻ ഇറങ്ങുമ്പോൾ അവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവന്റെ അസിസ്റ്റന്റ് ആയിട്ടുള്ള ഞാൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും. ഞാനാണെങ്കിൽ അവന്റെ അന്നത്തെ ദിവസത്തിലെ ഷെഡ്യൂളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഞാനതിനോട് ചോദിക്കുന്നുണ്ട് നീ ഓക്കെ ആണോ, നീ കഥക്കുന്നുണ്ടല്ലോ എന്ന്. ഈ കുഴപ്പമൊന്നുമില്ല സാർ, ഞാൻ ഓക്കെ ആണെന്നാണ് ഞാനേം പറയുന്നത്. ശരിക്കും ആ ഷെഡ്യൂളൊന്നും അവൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പോലും പറ്റാത്ത അത്ര ബിസിയിലാണ് ഉള്ളത്. അവിടുന്ന് സീൻ കട്ടാക്കിയിട്ട് നമ്മളെ കാണിക്കുന്നത് നോർത്തിനെയാണ്. നോർത്ത് അവന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ ഒപ്പം ഗെയിം കളിച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങിയാലോ എന്ന്. ഫ്രണ്ട് അവനൊന്ന് നോക്കുന്നുണ്ട്. കാര്യം എന്താന്ന് പറയാനുള്ള രീതി നോക്കുമ്പോഴേക്കും ഫ്രണ്ടിനോട് നമ്മുടെ നോർത്ത് പറയുന്നുണ്ട് വേറൊന്നല്ല, എൻ്റെ ചേട്ടൻ്റെ ഒപ്പം ബിസിനസ് ചെയ്യാനായിട്ട് ഗ്രാൻഡ് പ പറഞ്ഞു, അതിന് എനിക്ക് താല്പര്യമില്ല, നിനക്കറിയാലോ എൻ്റെ കസിനും ഞാനും തമ്മിൽ അത്ര നല്ല ടൈംസിലൊന്നും അല്ല ഉള്ളത്, നമുക്ക് പുതിയ ബിസിനസ് തുടങ്ങാന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്തോരം ബിസിനസ് ചെയ്തു അതെല്ലാം പൂട്ടിപ്പോയില്ലേ, ഇനി ഇതായിട്ടൊരു കുറവ് വേണ്ടെന്ന് പറഞ്ഞാൽ അവന് സമ്മതിക്കുന്നുണ്ട്. നിന്റെ ചേട്ടൻ കസിനാണെങ്കിൽ ഭയങ്കര ഹാൻസം റിച്ച് ആയിട്ടുള്ള ആള്, നീ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാണ്, നടക്കുമല്ലെന്ന് അറിയില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവരൊരു ഡീലിലും അന്നത്തെ ദിവസം എത്തുന്നുണ്ട്. രാത്രിയാവുമ്പോഴാണ് നമ്മുടെ പായ അവന്റെ ഫോൺ ഓണാക്കി നോക്കുന്നത്. ഫോണിലാണെങ്കിൽ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്, പരിപാടിയിലെ എല്ലാ ഫോട്ടോസും കിട്ടിയിട്ടുണ്ട്, ഇപ്പൊ സെൻഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവന്റെ ഫോണിട്ടാണ് എല്ലാ ഫോട്ടോസും കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്ത് കിട്ടുന്നത്. അതിന്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവൻ ഫോണൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ടൈം നോക്കുമ്പോൾ ഒത്തിരി ലേറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ നല്ല രീതിക്ക് ഉറങ്ങി പോയിട്ടുണ്ടായിരിക്കും. ഉറക്കി കിടക്കുന്ന ഞാനെന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നീ വീട്ടിലൊന്നും പോകുന്നില്ലേന്ന്. ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അവളും അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ പയ്യാണെങ്കിൽ പുറത്തേക്കൊന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോഴാണ് അവരുടെ ബിൽഡിങ്ങിൽ ഒരു ചെക്ക് നിൽക്കുന്നത് കാണുന്നത്. അതാരാണോ എന്താണെന്നൊന്നും പായ്ക്ക് മനസ്സിലാവുന്നില്ല. അവൻ കുറച്ച് ടെൻഷനായിട്ട് നിൽക്കുന്നത് പായ്ക്ക് മനസ്സിലാവുന്നുണ്ട്. പായി നോക്കുന്ന അതേ സമയത്ത് ആ ചെക്കനും തിരിച്ച് അവനെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പായി അങ്ങോട്ട് ചെന്ന് ചോദിക്കാണ് എന്താണ് പറ്റിയെന്ന്. ഇവിടെ കുറെ കുളങ്ങളുണ്ടല്ലോ ഈ കമ്പനിയിൽ, എന്റെ കീ ഇവിടെ പോയി, ഇതിന്റെ ഓണർ ആരായാലും ഇത്ര അധികം കുളമൊന്നും ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു ഓണറിന് കുറ്റം പറയാണ്. ബൈ ദ വേ എന്റെ പേര് ടിംന എന്ന് പറഞ്ഞിട്ട് നമ്മുടെ
നമ്മുടെ പായിനെ പരിചയപ്പെടുന്നുണ്ട്. അവനാണെങ്കിൽ അവന്റെ പേര് തിരിച്ചും പറയുന്നുണ്ട്. നിങ്ങളുടെ കീ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ട് പായോ അവിടെ കിടന്ന് തപ്പുന്നുണ്ട്. പക്ഷെ അവന്റെ കാലൊന്ന് സ്ലിപ്പായിട്ട് ആ പോണ്ടിട്ട് തന്നെ അങ്ങ് വീഴാണ്. ഇത് കാണുന്ന ടിം നന്നായിട്ട് ചിരിക്കുന്നുണ്ട്. അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് കൈ കൊടുത്ത് എണീപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നുള്ള രീതിയിൽ ടിം ആണെങ്കിൽ അവന്റെ മേത്തേക്ക് വെള്ളം തെറിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിക്കല്ലേ, ചിൽഡ്രൻസിനെ പോലെ കളിക്കല്ലേ എന്ന് പറഞ്ഞിട്ട് പായും തിരിച്ചു തെറിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ടിം വീഴുമ്പോൾ രക്ഷിക്കാനായിട്ട് പായി ചെല്ലുന്നുണ്ട്. അവിടെ വെച്ച് ഒരു ഐ കോണ്ടാക്ട് എടുക്കുന്നുണ്ട്. രണ്ടും വെള്ളത്തിൽ വീണ് എടുക്കാണ്. ടിമ്മിന് പോകാൻ വേണ്ടിയിട്ട് എക്സിറ്റിന്റെ അവിടം വരെയും പായി കൊണ്ട് ആക്കുന്നുണ്ട്. അല്ല, നമ്മൾ ഇത്തവരും പരിചയപ്പെട്ടല്ലേ, നമുക്കൊരു മീൽസിന് പോയാലോ നോക്കുന്നുണ്ട്. ഫ്രീ ആകുമ്പോൾ മതി എന്ന് പറയുന്നുണ്ട്. അതിനാണെങ്കിൽ നമ്മുടെ പായി എഗ്രി ചെയ്യുന്നുണ്ട്. അല്ല, നിന്റെ ജോബ് എന്താന്ന് ചോദിക്കുമ്പോഴേക്കും എന്റെ ജോബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലത്തിന്റെ ഓണർ ഞാനാണ്, CEO ആണെന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവൻ സോറി അറിയുന്നുണ്ട് കുറച്ചു നേരം മുമ്പ് പറഞ്ഞ കാര്യത്തിന്. എന്നിട്ട് ടിം അവന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് എടുത്തു കൊടുക്കുന്നുണ്ട്. അവിടുന്ന് ടിം പോയ ശേഷവും നമ്മുടെ പായി ആലോചിക്കുന്നത് ടിമ്മിനെ പറ്റി തന്നെയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടും അവനാണെങ്കിൽ ആ വിസിറ്റിംഗ് കാർഡ് എടുത്ത് വെച്ച് നോക്കുകയാണ്. അത് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ പേര് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ടിമ്മിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അങ്ങനെ അവന്റെ ഇൻസ്റ്റ പോസ്റ്റ് എല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡന്റലി ആ ഫോൺ മേത്തേക്ക് വീഴുന്നത്. മേത്തേക്ക് വീഴുന്ന ആ ഗ്യാപ്പിൽ തന്നെ അതിട്ട് ലൈക്കും പോകുന്നുണ്ട്. അവൻ അൺലൈക്ക് ചെയ്യാൻ നോക്കിയാലും ലൈക്ക് പൊക്കോണ്ടേയിരിക്കുകയാണ്. അവൻ എന്നെ പറ്റി എന്ത് വിചാരിക്കും എന്നൊക്കെ പറഞ്ഞ് ടെൻഷനായിട്ടാണ് പായി അന്ന് ഇരിക്കുന്നത്. ഈ ദിവസം രാവിലെ നമ്മുടെ പായി ആണെങ്കിൽ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അങ്ങോട്ടേക്ക് ടിം വരുന്നതും അവൻ കാണുന്നുണ്ട്. പെട്ടെന്ന് അവൻ ടിമ്മിനെ നോക്കുമ്പോഴേക്കും ടിം തിരിച്ചു നോക്കുന്നുണ്ടെന്ന് അറിഞ്ഞ പായി മുഖം തിരിച്ചു കളയുന്നുണ്ട്. ടിം ഒന്ന് ചിരിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ഞാനേനോട് പറയുന്നുണ്ട്, ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പോയിട്ട് കാണിച്ചു കൊടുക്കുക, അവിടെ നമുക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും സെറ്റാക്കാം, ഞാനിപ്പോ തന്നെ വരാന്ന് പറഞ്ഞിട്ട് തിരിഞ്ഞ് ടിമ്മിനെ നോക്കുന്ന സമയം കൊണ്ട് ടിം അവിടുന്ന് പോയിട്ടുണ്ടാവും. അവിടുന്ന് സീൻ കട്ടാക്കിയിട്ട് പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഞാനായിട്ട് സംസാരിച്ച് വരുന്ന നമ്മുടെ പായിന്റെ അടുത്ത് കൂടി ടിം പോവാണ്. അവന്റെ പെർഫ്യൂമിന്റെ സ്മെല്ല് വെച്ചിട്ട് അത് ടിം ആണെന്ന് മനസ്സിലായി. അവൻ തിരിഞ്ഞ് ഇന്ന് വിളിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ടിം പറയുന്നുണ്ട്, ഓ, ഞാൻ അന്ന് കണ്ടിട്ട് മിണ്ടാതെ പോയത് വേറെ ഒന്നുമല്ല കേട്ടോ, എനിക്ക് കുറച്ച് എമർജൻസി ഉണ്ടായിരുന്നു, അതുകൊണ്ട് പോയതാണ്. പിന്നെ നീ എനിക്കൊരു ഫുഡ് ഓഫർ ചെയ്തിരുന്നല്ലോ, നമുക്കത് കഴിക്കാൻ പോകുന്നു, എനിക്ക് ഓർമ്മയില്ല, അന്ന് നമ്മ വീണപ്പോ എന്നിങ്ങനെ പറഞ്ഞു വന്നപ്പോൾ തന്നെ ഞാൻ ബാക്ക് ചെയ്യുന്ന ശരി തുടങ്ങി, നീ ഒന്നും മിണ്ടല്ലേ എന്നുള്ള രീതിയിലാണ് നമ്മുടെ പായി നിൽക്കുന്നത്. അങ്ങനെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് അവനും സമ്മതിക്കുന്നുണ്ട്. രണ്ടുപേരും കൂടി ഭയങ്കര ക്യൂട്ടായിട്ട് നിൽക്കുന്ന കണ്ടിട്ട് ഞാനൊക്കെ നല്ല രീതിക്ക് ബ്ലഷ് ആവുന്നുണ്ട്. ഫുഡ് കഴിക്കാനായിട്ട് പോയിരിക്കുമ്പോൾ നമ്മുടെ ടിമ്മിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് പായി ചോദിക്കുന്നുണ്ട്. പറ്റി അറിയാനായിട്ട് കൂടുതലൊന്നുമില്ല, ഞാനൊരു ആർക്കിടെക്ട് ആണ്, അത് മാത്രമല്ല എൻ്റെ അച്ഛനും അമ്മക്കും ഞാനൊരു ഒറ്റ മോനാണ്, എന്നെ പഠിപ്പിച്ചത് ഭയങ്കര കഷ്ടപ്പെട്ടാണ്, അവർക്ക് ഞാനിപ്പോഴും പേ ബാക്ക് ചെയ്തുകൊണ്ടിരിക്കുവോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സങ്കടപ്പെടുന്നുണ്ട്. നമ്മുടെ പായി ആണെങ്കിൽ അവൻ കരയുന്ന കണ്ടിട്ട് ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി ഹാൻഡ്സിൽ പിടിക്കുന്നുണ്ട്. ഇതേ സമയം തന്നെയാണ് ഞാനും കോൾ ചെയ്യുന്നത്. നമുക്കെന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, നമുക്കെന്ന് ഇറങ്ങാന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങാൻ നിൽക്കുന്ന നമ്മുടെ ടിമ്മിന്റെ അടുത്തേക്ക് നമ്മുടെ പായി ആണെങ്കിൽ ഒരു വിസിറ്റിംഗ് കാർഡ് കൊടുക്കുന്നുണ്ട്. ഇതെന്റെ വിസിറ്റിംഗ് കാർഡാണ്, നിനക്ക് എന്നെ എന്തിനു വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാന്ന് പറയുന്നുണ്ട്. അവനത് മേടിക്കുന്നുണ്ട്. ഇനി നമ്മളെ 1 മാസം കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും ഡേറ്റിങ്ങിലാണ്, രണ്ടുപേരും ഡിന്നറിനൊക്കെ പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു 5 മാസം കഴിഞ്ഞുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ടിമ്മിനെയും കൂട്ടിയിട്ട് പായി ആണെങ്കിൽ അവന്റെ വീട്ടില് ഡിന്നറിന് വന്നേക്കാണ്. ആന്റി ആണെങ്കിൽ പറയുന്നുണ്ട്, പായി നിനക്ക് ഇതിന് നല്ല ബെറ്റർ ചോയ്സ് കിട്ടുമെന്ന്. ഇത് കേൾക്കുന്ന നമ്മുടെ ടിം പറയാണ്, എനിക്കറിയാം എനിക്ക് വർത്തൊന്നുമില്ലാന്ന്, പക്ഷെ ഞാൻ ഇവനെ സ്നേഹിക്കുന്നത് സത്യസന്ധമായിട്ടാണ്, നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, നിനക്ക് പറ്റിയ പെർഫെക്റ്റ് പാർട്ട്ണർ ഇത് തന്നെയാണ്, എനിക്ക് ടിമ്മിനെ ഇഷ്ടമായെന്ന്. അങ്ങനെ വീട്ടിൽ വന്നിട്ട് കുറച്ച് റൊമാൻറ്റിക് ആവാണ്. അന്ന് രാത്രി അവർ രണ്ടുപേരും കൂടി ഇന്റിമേറ്റ് ആവുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ നമ്മുടെ ടിം വന്നിട്ട് പറയുന്നുണ്ട്, എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോകാൻ ടൈമായി എന്ന്. അല്ല, ഇന്നത്തെ ഷെഡ്യൂള് ഞാൻ അങ്ങനെയല്ല പ്ലാൻ ചെയ്തേക്കുന്നത്, ഞാൻ ചിലപ്പോൾ തിരക്കാരണം വിട്ടുപോയതായിരിക്കും എന്ന് നമ്മുടെ പായി പറയുന്നുണ്ട്. നമ്മൾ എൻ്റെ ഒരു കസിനെ കാണാൻ പോവാന്നാണ് പറയുന്നത്. അതിന് ടിം സമ്മതിക്കുന്നുണ്ട്. അങ്ങനെ കസിന്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. കസിനോട് സംസാരിച്ചിരിക്കുന്നുണ്ട്. മുത്തശ്ശന്റെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബിസിനസ് എങ്ങനെ പോകുന്നു ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ചോദിക്കുന്നത് ടിമ്മിനെ പറ്റിയാണ്. ഇവനായിട്ട് നീ ഇപ്പൊ റിലേഷനായിട്ട് 1 വർഷം ആവാറായില്ലേ, അത് മാത്രമല്ല കല്യാണത്തെ പറ്റി ആലോചിക്കുന്നുണ്ടോന്ന് ചോദിക്കുന്നുണ്ട്. ഞങ്ങൾ കല്യാണം കഴിച്ചാൽ എന്താന്ന് ഞാൻ നല്ല രീതിക്ക് തന്നെ ആലോചിക്കുന്നുണ്ടെന്നും പറയുന്നുണ്ട്. അങ്ങനെ ടിമ്മായിട്ട് നിൽക്കുന്നുണ്ട്. ആ കസിന്റെ കുട്ടിയെ ടിം ഭയങ്കര നല്ല രീതിക്കാണ് ടേക്ക് കെയറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അവൻ ഇങ്ങനെ എടുത്ത് കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും നമ്മുടെ പായ്ക്ക് ഒരു നെഗറ്റീവ് തോട്ട് വരും. അതായത് നിനക്ക് എന്നെ തന്നെ കല്യാണം കഴിക്കണോ എന്നുള്ള രീതിയിൽ ടിമ്മിനോട് ചോദിക്കുന്നുണ്ട്.
ടിമ്മാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുന്ന കണ്ടിട്ട് നമ്മുടെ പായ്ക്കാണ് ഭയങ്കരമായിട്ട് വെറിയാവുന്നത്. താൻ ചോദിച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ള രീതിയിൽ അവൻ നിൽക്കുന്നുണ്ട്. അത് വിട്ടുകളഞ്ഞേക്കാൻ പറയുമ്പോൾ തന്നെ നമ്മുടെ ടിമ്മാണെങ്കിൽ ഒരു റിങ് ആയിട്ട് വരാണ്. ഇതെന്റെ അമ്മയുടെ റിങ്ങാണ്, ഞാൻ ആരെയാണോ കല്യാണം കഴിക്കാൻ പോകുന്നത് അവർക്കിത് കൊടുക്കാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. നിനക്ക് എന്റെ കല്യാണം കഴിക്കാമോ, എന്നെ ബോയ് ഫ്രണ്ട് ആവാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള പ്രപ്പോസൽ ആയിരുന്നു അത്. നമ്മുടെ പായ് അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ കഴിയുന്നുണ്ട്. രണ്ടുപേരും ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. അത് കഴിഞ്ഞാണ് നമ്മളെയും കാണിക്കുന്നത്. ഈ ടിം എന്ന് പറഞ്ഞ ആള് ഈ കഥയിൽ ശരിക്കും ഒരു വില്ലനാണ്. അവൻ പ്ലാൻ ചെയ്താണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. അത് ശരിക്കും അവന്റെ ഒരു ടാർഗറ്റ് മാത്രമായിരുന്നു. അങ്ങനെ നമ്മളെ അതും കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ പായി ആണെങ്കിൽ നേരെ ചെല്ലുന്നത് നോർത്തിന്റെ വീട്ടിട്ടാണ്. നോർത്ത് ഭയങ്കര മൂഡ് ഔട്ട് ആയിട്ടാണ് ഇരിക്കുന്നത്. എന്താ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്റെ ബോയ് ഫ്രണ്ട് ആയിട്ട് ബ്രേക്കപ്പ് ആയി, എന്തൊക്കെ ആയാലും നീ പെട്ടെന്ന് കുളിച്ച് യാത്രയായിട്ട് വന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ എന്തിനാ വന്നേന്ന് ചോദിക്കുമ്പോഴേക്കും ഞാനാണെങ്കിൽ ടിമ്മിനെ കല്യാണം കഴിക്കാൻ പോവാന്ന് പറയുന്നുണ്ട്. ഇതറിയുന്ന നോർത്ത് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ ഫേസ് മാറുന്നുണ്ട്. ഈ കല്യാണം കഴിക്കാനായിട്ടുള്ള തീരുമാനമൊക്കെ നിങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, അത് ശരിക്കും വർത്താണോ എന്ന് ചോദിക്കുമ്പോഴേക്കും നമുക്ക് കല്യാണം കഴിക്കാൻ ആഗ്രഹം തോന്നുന്ന ആള് നമ്മളെ നല്ല രീതിക്ക് ടേക്ക് കെയർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു പറയുന്നുണ്ട്. നീ പൊക്കോ, ഞാൻ വന്നോളാന്ന് പറഞ്ഞിട്ട് നമ്മുടെ നോർത്താണെങ്കിൽ നേരെ അവന്റെ ഫ്രണ്ടിനെ വിളിക്കാണ്. നമുക്ക് ഹൈക്കിങ്ങിന് പോയാലോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ ഫ്രണ്ട് ഇവിടെ ഇല്ല, പുറത്ത് രാജ്യത്താണ്. അതും കൂടി കേൾക്കുന്ന അവന് ദേഷ്യം വരുന്നുണ്ട്. അവൻ ഒറ്റക്ക് തന്നെ ഹൈക്കിങ്ങിന് പോവാണ് കാട്ടിലൂടെ. അങ്ങനെ ഹാപ്പി ആയിട്ട് അവൻ ഒറ്റക്ക് എടുക്കുന്നുണ്ട്. ഒരു തൂക്കുപാലുണ്ട്, അതിലൂടെ പയ്യെ ശ്രദ്ധിച്ച് നടക്കുന്ന നമ്മുടെ നോർത്തിനാണെങ്കിൽ പെട്ടെന്ന് തന്നെ കാല് സ്ലിപ്പാവുന്നുണ്ട്. ഇവൻ സ്ലിപ്പായി വീഴാൻ പോകുന്ന സമയത്ത് ഒരാൾ അവന് കയറി പിടിക്കുന്നുണ്ട്. പെട്ടെന്നുള്ള ആ പിടിയില് ഒരു ഐ കോണ്ടാക്ട് എടുക്കുന്നുണ്ട്. നമ്മുടെ പിള്ളേരുടെ ഇടയിൽ സംതിങ് എന്തോ നടക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവന്റെ കാല് സ്ലിപ്പായി നമ്മുടെ നോർത്താണെങ്കിൽ വെള്ളത്തിട്ട് വീഴാണ്. നോർത്തിനെയും കയറ്റിയെടുത്ത് ആ ചെക്കനായിട്ട് അവിടെ നിന്ന് സംസാരിക്കാണ്. അല്ല, നിന്റെ കാലിനൊക്കെ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ, നീ കോട്ടിട്ടോളാൻ പറഞ്ഞിട്ട് അവന്റെ കോട്ട് ഊരി കൊടുക്കുന്നുണ്ട്. തിരിഞ്ഞു നിന്ന് ഡ്രസ്സ് മാറുന്നുണ്ട്. അത് കഴിയുമ്പോഴായിരിക്കും ആ ചെക്കൻ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്, കാല് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവൻ കാല് നോക്കുമ്പോഴേക്ക് നല്ല രീതിക്ക് റെഡിഷ് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇതും കൊണ്ട് ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ലെന്ന് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. നിന്റെ ബാഗിലുള്ള തിങ്സ് എല്ലാം പുറത്തേക്ക് ഇട്, നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടെന്ന് ആ ചെക്കൻ പറയുമ്പോൾ എല്ലാം പുറത്തേക്ക് ഇടുന്നുണ്ട്. അവന്റെ ഫോണിന്റെ കാര്യത്തിലാണെങ്കിൽ തീരുമാനമായിട്ടുണ്ട്. അത് ഫുള്ളും ഡെഡ് ആയിട്ടിരിക്കുകയാണ്. അതിൽ ഇനി ഇവിടെ നിന്ന് ഇപ്പൊ നടക്കാൻ പറ്റില്ല, കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പോകാന്ന് പറയുന്നുണ്ട്. രണ്ടുപേരും അവിടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇനി ഇരുന്നിട്ട് കാര്യമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അവിടെ നിന്ന് കിടക്കുന്നുണ്ട്. പക്ഷെ അവർ എത്രയൊക്കെ നടന്നിട്ടും നടന്ന വഴിയിലൂടെ തന്നെയാണ് പിന്നെയും നടന്നുകൊണ്ടിരിക്കുന്നത്. അവരവിടെ പെട്ടുപോയെന്ന് രണ്ടുപേർക്കും മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ രാത്രിയാവുമ്പോഴേക്കും നമ്മുടെ യു ചോദിക്കുന്നുണ്ട്, ഇവിടുന്ന് രക്ഷപ്പെട്ടിട്ട് നിനക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന്. എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനമല്ല ഓർഡർ ചെയ്ത് കഴിക്കണം. പായി എന്നോട് വേണ്ടാന്ന് പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ ഞാൻ കഴിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുന്നുണ്ട്. നിനക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്കൊരു ഫാമിലി വേണമെന്നാണോ അറിയുന്നത്. അല്ല, അപ്പൊ നിന്നെ ആരും ഇതുവരെയും ലൈൻ സെറ്റ് ആക്കിയില്ലെന്ന് ചോദിക്കുമ്പോഴേക്കും ഇല്ല, ഞാൻ സിംഗിളാണെന്നും പറയുന്നുണ്ട്. സ്കൂട്ടിൽ തന്നെ ഒരു ഐ കോണ്ടാക്ട് വരുന്നുണ്ട്. പെട്ടെന്നാണ് യു ശ്രദ്ധിക്കുന്നത്. നോർത്തിന് നന്നായിട്ട് ഫീവർ ഉണ്ട്. അതുകൊണ്ട് അവനെ ഹഗ് ചെയ്ത് പിടിച്ച് അന്നത്തെ ദിവസം രണ്ടുപേരും കൂടി അവിടെ കഴിച്ചു കൂട്ടുന്നത് നമ്മളെ കാണിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ അങ്ങോട്ട് ഹൈക്കിങ്ങിന് വന്ന കുറച്ച് പേര് ഇവർ രണ്ടുപേരും കണ്ടുപിടിക്കുന്നുണ്ട്. ഇവരെ വിളിച്ചെണീപ്പിക്കുമ്പോഴേക്കും നമ്മുടെ നോർത്തിന് ഭയങ്കര സന്തോഷമാണ്. വേഗം തന്നെ യുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നമ്മൾ രക്ഷപ്പെട്ടു, നമ്മൾ രക്ഷപ്പെടാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചപ്പാടുണ്ടാക്കാണ്. അവിടുന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് യു ആണെങ്കിൽ നോർത്തിന് ഒരു റിങ് കൊടുക്കുന്നുണ്ട്. ഇവിടുത്തെ കോയമ്പൂട്ടിൽ നിന്ന് കിട്ടിയതാണെന്നാണ് നമ്മുടെ യു പറയുന്നത്. ആ റിങ് ആണെങ്കിൽ നമ്മുടെ നോർത്തും അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. നിന്റെ കോണ്ടാക്ട് നമ്പർ ഒന്ന് തരുമെന്ന് നോർത്ത് ചോദിക്കുമ്പോഴേക്കും ഫോൺ ഡെഡായി കിടക്കുന്നതുകൊണ്ട് തന്നെ അടുത്തുള്ള കടയിൽ നിന്ന് 2 പേപ്പേഴ്സ് അവൻ വാങ്ങുന്നുണ്ട്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എഴുതി കൊടുത്തിട്ട് കൈമാറാണ്. ശരിക്കും നല്ല ക്യൂട്ടായിട്ടുണ്ട് ഇവരുടെ ഒരു ലവ് സ്റ്റോറി. അവിടെ നിന്ന് യു അങ്ങനെ തിരിച്ച് വീട്ടിട്ട് പോവുകയാണ്. വീട്ടിലെത്തിയ നോർത്തിന് എപ്പോഴും നമ്മുടെ യുവിന്റെ ചിന്തയുള്ളൂ. നേരത്തെ പായനോട് ചോദിച്ചില്ലേ ആരെയാണ് കല്യാണം കഴിക്കേണ്ടതെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാന്ന്. ആ കാര്യമൊക്കെ അവൻ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ തന്നെ നമ്മുടെ നോർത്താണെങ്കിൽ നേരെ പോകുന്നത് യുവിന്റെ അടുത്തേക്കാണ്. അവന്റെ അടുത്ത് എന്നിട്ട് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, ഞാൻ ഇന്ന് രാത്രി മുഴുവൻ ആലോചിച്ചു, നീ തന്നെയാണ് എന്നെ കല്യാണം കഴിക്കേണ്ടത്, എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് ടോക്കൺ ഓഫ് ലവ് പോലെ ഒരു ചെക്ക് കൊടുക്കുന്നുണ്ട്. 25 മില്യൺ ആണ് അതിൽ എഴുതിയേക്കുന്നത്. ഇത് കാണുന്ന യു ആണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. നിനക്ക് എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന അവൻ ആ ചെക്ക് കൊടുത്ത് പ്രപ്പോസ് ചെയ്യാണ്. അങ്ങനെ ആ 25 മില്യന്റെ ആസെറ്റ് പാർട്ട്ണർഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഓഫീസിൽ ചെല്ലുന്നുണ്ട്. അതിന് സാക്ഷിയായിട്ട് 2 പേരും ഉണ്ട്. അങ്ങനെ നമ്മുടെ നോർത്തിന്റെ സത്തിന്റെ പകുതി ഇപ്പോ യുവിന്റെ പേരിലാണ്. വീട്ടിലെത്തിയ യു ഇത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. അപ്പോഴാണ് അവനെ പറ്റി ഒന്ന് സെർച്ച് ചെയ്യുന്നത്. വലിയ വീട്ടിലെ പയ്യനാന്ന് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ നോർത്തിന്റെ പകുതി സ്വത്ത് ഇപ്പൊ ഇവന്റെ പേരിലും കൂടിയാണല്ലോ. അതുകൊണ്ട് തന്നെ എങ്ങനെ പണക്കാരെ സ്നേഹിക്കാന്നൊക്കെയുള്ള കാര്യങ്ങൾ അവൻ ഗൂഗിളിൽ നിന്ന് എടുക്കുന്നു. ഇനിയിപ്പോ രണ്ടാമത്തെ സ്കാമറേയും നമ്മളെ കാണിച്ചു
തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടിം ആണെങ്കിൽ നേരെ അവൻ്റെ ഹോളിട്ട് വരുമ്പോൾ അവിടെ പായ ഇരിക്കുന്ന കണ്ടിട്ട് അവനൊന്ന് ഞെട്ടുന്നുണ്ട്. കാരണം എൻ്റെ ഉള്ളിൽ തന്നെയാണല്ലോ പായിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അല്ലേ എഴുതി വെച്ചേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അവനെ ഡൈവേർട്ട് ചെയ്തിട്ട് പോകുന്നുണ്ട്. പോയി ഇരിക്കുന്ന ടിം ആണെങ്കിൽ മനസ്സ് വിചാരിക്കുന്നത് പായേൻ്റെ അടുത്ത് ശരിക്കുള്ള റിയൽ സ്നേഹം തോന്നുന്നില്ലേ എന്നാണ്. കാരണം ഇവൻ അവനെ പറ്റിക്കാണല്ലോ. പക്ഷെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഇടയ്ക്ക് ചെറിയ ഫീലിങ്സ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ പായി അവൻ്റെ ഒപ്പം കുളിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. പായിനെ കുറച്ച് നേരം നോക്കുന്നുണ്ട്. അവന് കൺട്രോൾ കിട്ടുന്നില്ല. എനിക്കറിയാം ഞാനിത് തരികിടയാണ് ചെയ്യുന്നതെന്ന്. പക്ഷെ എനിക്ക് അവനോട് ശരിക്കും ഒരു ഫീലിങ്സ് ഉള്ള പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ റിയാക്ട് ചെയ്യാണ്. ഈ ഒരു സീനും കൂടി കാണിച്ചിട്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്.